നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് എന്ന ഇന്ത്യയിലെ വളരെ പഴയ ഒരു ബാങ്ക് ഇപ്പോൾ IPO ആയിട്ട് വന്നിരിക്കുകയാണ്. 2.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ പ്രൈമറി മാർക്കറ്റിലേക്ക് വന്ന മെയിൻ ബോർഡ് IPO ആയിട്ടുള്ള സിർമ SGS എന്ന് പറയുന്ന കമ്പനി 35 ഇരട്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം വന്ന ഡ്രീം ഫോക്സ് സർവീസസ് എന്ന കമ്പനി 57 ഇരട്ടി സബ്സ്ക്രിപ്ഷൻ നേടുകയുണ്ടായി മാർക്കറ്റിൽ. അതിൽ സിർമ SGS എന്ന് പറയുന്ന ആ കമ്പനി മാർക്കറ്റിൽ തകർപ്പൻ പ്രകടനമാണ് ലിസ്റ്റ് ചെയ്തപ്പോൾ കാഴ്ചവെച്ചത്. എന്തായാലും ഡ്രീം ഫോക്സിൻ്റെ IPOയുടെ ലിസ്റ്റിംഗ് വരുന്നതേ ഉള്ളൂ. അതിനുശേഷമാണ് ഇപ്പോൾ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഡ്രീം ഫോക്സ് IPOയുടെ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് അതുവഴി നേരിട്ടിട്ടുള്ള പ്രശ്നം ഞാൻ അതിൽ നിർവ്യാജം ഖേദിക്കുന്നു. ഒരു ചെറിയ വൈറൽ ഫീവർ പിടിച്ചതാണ് കാരണമായത്. എന്തായാലും ഇപ്പോൾ I am okay. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൽ ഖേദമുണ്ട്. എന്തായാലും തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 5-ാം തീയതി മുതൽ 7-ാം തീയതി വരെയാണ് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ നടക്കുന്നത്. മാർക്കറ്റിൽ ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. 813 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് ഫ്രഷ് ഇഷ്യൂ ആയിട്ട് ഇവർ റേസ് ചെയ്യുന്നത് ക്യാപിറ്റൽ. എന്തായാലും 1,58,40,40,000 ഓഹരികളാണ് ഫ്രഷായിട്ട് കമ്പനി മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്. അതുവഴിയാണ് ഈ 813 കോടി രൂപ അവർ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കമ്പനിയുടെ, ഈ ഇന്ത്യയിലെ വളരെ പഴയ 100 വർഷത്തിലേറെ പഴക്കമുള്ള ഈ ബാങ്കിൻ്റെ IPO വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത്, തുത്തുക്കൂറി എന്നറിയപ്പെട്ടിരുന്ന തുത്തുക്കുടി, അവിടെ കുറേ നാടാരുമാർ ചേർന്ന്, നാടാർ സമുദായക്കാർ ചേർന്ന് തുടങ്ങിയ ഒരു ബാങ്കാണ്. നാടാർ ബാങ്ക് എന്നാണ് ഇത് ആദ്യം അറിയപ്പെട്ടിരുന്നത്. പിന്നീട് റിസർവ് ബാങ്കിൻ്റെ ഷെഡ്യൂളിൽ പെടുകയും പിന്നീട് 1962 ഇത് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു ബാങ്കാണ്. ഈ ബാങ്കിനെ അപ്പോൾ 1921 രൂപം കൊണ്ടതായതുകൊണ്ട് തന്നെ ഇപ്പോൾ 101 വർഷത്തെ പഴക്കമുള്ള ഒരു മുത്തശ്ശി ബാങ്കാണ്. ഈ ബാങ്കിന്റെ IPO ആണ് ഇപ്പോൾ നടക്കുന്നത്. 100 വർഷം പഴക്കമുള്ള മുത്തശ്ശി ബാങ്ക് എന്നൊക്കെ പറയുമെങ്കിലും 1983 തന്നെ ബ്രാഞ്ച് ലെവൽ ഓപ്പറേഷന് പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടറൈസേഷൻ നടപ്പിലാക്കിയ ബാങ്കാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടറൈസേഷൻ ബ്രാഞ്ച് ലെവലിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു ബാങ്കാണ് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, ഇപ്പോൾ ഇത്തരത്തിലുള്ള നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത്, ബ്രാഞ്ചുകളുടെ നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇൻഫോസിസിൻ്റെ ഫിനാക്കിൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറാണ്. വളരെ വിപുലമായിട്ടുള്ള പല തരത്തിലുള്ള ബാങ്കിങ് സർവീസസ് ആണ് ഇവർ മൈക്രോ കൂടാതെ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് MSME എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനും അഗ്രികൾച്ചറൽ റീറ്റെയിൽ കസ്റ്റമേഴ്സിനും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2021 കണക്ക് വെച്ച് 509 ബ്രാഞ്ചുകളാണ് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കിനുള്ളത്. അതിൽ 106 ബ്രാഞ്ചുകൾ റൂറൽ പ്രദേശത്ത്, 247 സെമി അർബൻ പ്രദേശങ്ങളിൽ, 80 ബ്രാഞ്ചുകൾ അർബൻ പ്രദേശങ്ങളിലും, 76 മെട്രോപൊളിറ്റൻ സ്ഥലങ്ങളിലുമാണ് വർക്ക് ചെയ്യുന്നത്. ഈ 550 ബ്രാഞ്ചുകളിലായിട്ട് 5.08 ദശലക്ഷം കസ്റ്റമേഴ്സാണ് ബാങ്കിനുള്ളത്. 369 ബ്രാഞ്ചുകളും തമിഴ്നാട്ടിൽ തന്നെയാണ്. 15 സ്റ്റേറ്റുകളിൽ പ്രസൻസ് ഉണ്ട്. അതുകൂടാതെ 4 യൂണിയൻ ടെറിട്ടറീസിലും ബാങ്കിന് ശാഖകളുണ്ട്. 100 വർഷം മുമ്പ് ഇത് നാടാർ ബാങ്ക് എന്നറിയപ്പെട്ടിരുന്ന കാലത്തെ അതിൻ്റെ ആദ്യകാല ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ ഫൗണ്ടർ മെമ്പേഴ്സിൻ്റെ ചിത്രങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത്, അവരുടെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചെയർമാൻ ഇതിൻ്റെ MV മുരുകവേൽ നാടാർ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഇന്ന് ഈ ബാങ്കിൻ്റെ പ്രൊമോട്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതൊരു പ്രൊഫഷണലി മാനേജ്ഡ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പേര് പറയാനില്ല. ഇതിൻ്റെ EPS പറയുകയാണെങ്കിൽ 57.67 ആണ്. റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 15.4%, ബുക്ക് വാല്യൂ 374.41 പെർ ഷെയറുമാണ്. 100 വർഷത്തിന് ഇപ്പുറം ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഇഷ്യൂ നടത്തുന്ന മുഴുവൻ തുകയും
കമ്പനിയുടെ മൂലധനത്തിലേക്കാണ് ചെല്ലുന്നത്. എല്ലാം തന്നെ ഫ്രഷ് ഇഷ്യൂ ആയതുകൊണ്ട് മൂലധനത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ തുക ഉപയോഗിക്കുക. അതുകൂടാതെ കമ്പനിയുടെ ഇഷ്യൂ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുക മാത്രമല്ല, ഒരു ലിസ്റ്റഡ് ബാങ്ക് എന്നുള്ള സ്റ്റാറ്റസിലേക്ക് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്കും എത്തുകയാണ്. 100 വർഷം പഴക്കമുള്ള ഈ ബാങ്ക് ഇതുവരെ ഒരു ലിസ്റ്റഡ് ബാങ്ക് ആയിരുന്നില്ല. നമ്മളുടെ അറിയപ്പെടുന്ന മറ്റു ബാങ്കുകളുടെ തുല്യതയിലേക്ക് എത്തുകയാണ്. അതുവഴി ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ക്യാപിറ്റൽ മൊബിലൈസേഷനൊക്കെ ആവശ്യമാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ഓഹരികൾ വിറ്റഴിക്കാനും വാങ്ങാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും ലിസ്റ്റഡ് ബാങ്ക് ആകുന്നതോടുകൂടി. TMBയുടെ ഇഷ്യൂ രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ലീഡ് മാനേജേഴ്സ് ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡ്, മോട്ടിലാൽ ഒസ്വാൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അതുകൂടാതെ SBI ക്യാപിറ്റൽ മാർക്കറ്റ് ലിമിറ്റഡും. ഇനി നമുക്ക് ബാങ്കിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് ഒന്ന് നോക്കാം. 2019 റവന്യൂ 3224.5 കോടിയാണെങ്കിൽ നെറ്റ് ഇൻകം നോക്കൂ 294.6 കോടിയാണ്. അതുപോലെ 2020 ആയപ്പോഴത്തേക്കും റവന്യൂ 3466.1 കോടിയാണ്. അപ്പോൾ അതിൻ്റെ നെറ്റ് ഇൻകം ലാഭം വന്നിരിക്കുന്നത്, അറ്റാദായം വന്നിരിക്കുന്നത് 464.9 കോടിയായിട്ട് വർദ്ധിച്ചു. 294 നിന്ന് 564 ഒരു വലിയ വ്യത്യാസമാണ്. അടുത്ത വർഷം 2021 3609.1 കോടിയാണ് റവന്യൂ. അപ്പം നെറ്റ് ഇൻകം എന്ന് പറയുന്നത് 654 കോടിയായിട്ടാണ് ഉയർന്നിരിക്കുന്നത്. പിന്നെ 2022 സാമ്പത്തിക വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ 3833.9 കോടിയാണ് റവന്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ നെറ്റ് ഇൻകം 901.9 കോടിയായിട്ട് ഉയർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ലാഭത്തിൻ്റെ മാർജിൻ നോക്കുകയാണെങ്കിൽ 9.14% ആണ് 2019. അടുത്ത വർഷം 13.4% ആണ്. അതിൻ്റെ അടുത്ത വർഷം 18.1 ആണ്. പിന്നെ 2022 നോക്കുകയാണെങ്കിൽ 23.5% ആയിട്ട് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ ട്രാക്ക് റെക്കോർഡ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വളരെ മികച്ചു നിൽക്കുന്ന ഒരു കണക്കുകൾ തന്നെയാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിനി ഇതിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. സെപ്റ്റംബർ 5 മുതൽ 7 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പ്രൈസ് ബാൻഡാണ്. പ്രൈസ് ബാൻഡ് 500 രൂപ മുതൽ 525 വരെയാണ് ആ പ്രൈസ് ബാൻഡ് ഇട്ടിരിക്കുന്നത്. അപ്പർ ബാൻഡ് എന്ന് പറയുന്നത് 525 രൂപയാണ്. ഫ്രഷ് ഇഷ്യൂ 831.6 കോടി രൂപയ്ക്കുള്ളതാണ്. ഓഫർ ഫോർ സെയിൽ ഒന്നും തന്നെ ഇല്ല. ഓഹരി ഉടമകൾ, ഇപ്പോഴത്തെ ഓഹരി ഉടമകൾ ഒരു ഓഹരിയും വിറ്റഴിക്കുന്നില്ല. ടോട്ടൽ ഫ്രഷ് ഓഹരികൾ 1,58,40,000 ഓഹരികളാണ്. ഇതിൽ മിനിമം ബിഡ് ലോട്ട് എന്ന് പറയുന്നത് 28 ഓഹരികളാണ്. അങ്ങനെ 13 ലോട്ട് വരെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 12 വരും എന്നാണ്. റീഫണ്ട് കിട്ടുന്നത് ഓഹരി കിട്ടാത്തവർക്ക് സെപ്റ്റംബർ 13 ഇത് ഓഹരി കിട്ടിയവർക്ക് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഷെയർ വരുന്നത് സെപ്റ്റംബർ 14 ഇത് ലിസ്റ്റ് ചെയ്യുന്നത് സെപ്റ്റംബർ 15 അപ്പോൾ ഈ ഓഹരി വാങ്ങണോ വേണ്ടയോ എന്നുള്ളതായിരിക്കുമല്ലോ നിങ്ങളുടെ ഒരു സംശയം. അപ്പോൾ അറിയേണ്ടത്, ഒരു ബാങ്ക് ഓഹരിയെ സംബന്ധിച്ചിടത്തോളം, ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫിനാൻഷ്യൽ സൈഡ് പരിശോധിക്കുമ്പോൾ NPA ആണ്, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ കിട്ടാക്കടം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. അത് 0.95% ആണ് ഈ വർഷം. അത് കഴിഞ്ഞ വർഷം അത് 1.98% ആയിരുന്നു. അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബാങ്കിൻ്റെ പെർഫോമൻസ് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് NPA കുറവാണ് എന്നുള്ളത്. ഇത്തരത്തിൽ NPA വളരെ കുറവുള്ള ബാങ്കുകൾ വളരെ പരിമിതമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ മികച്ച രീതിയിലേക്ക് വളർന്നു വരുന്നത് നമുക്ക് ഓരോ വർഷവും തോറും കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് മാർജിൻ പെർസെൻറ്റേജ് കാണുന്നതും വളരെ ഉയർന്ന രീതിയിലേക്ക് വരുന്നത് കാണാം. അപ്പോൾ നല്ല രീതിയിൽ നടന്നു വരുന്ന ഒരു ബാങ്ക് തന്നെയാണ്. അപ്പോൾ ഈ ഓഹരി വാങ്ങുന്നത് നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് എല്ലാ ഇൻവെസ്റ്റേഴ്സും ശ്രമിക്കുന്നത് തെറ്റല്ല എന്നാണ് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക് എന്ന 100 വർഷം പഴക്കമുള്ള ഈ ബാങ്കിൻ്റെ IPO വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം, കമൻറ്റുകൾ ഇടണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മടിക്കരുത്. കാരണം എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് അറിയിപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, നോട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.